ദൈവത്തിന്റെ മനുഷ്യനായ യോഹന്നാൻ സ്നാപകൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ഭയമില്ലാതെ സത്യം പ്രസംഗിച്ചു. രാജാവായ ഹേരോദേസിന്റെ പാപത്തെ ചോദ്യം ചെയ്തതിനാൽ അവനെ തടവിലാക്കി. എനിക്ക് ചെങ്ങലയിടാം, പക്ഷേ ദൈവത്തിന്റെ സത്യത്തിന് ചെങ്ങലയിടാനാവില്ല. ഹേരോദോസ് തന്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കി. അത് ശരിയല്ല. രാജാവും ദൈവത്തിന്റെ നിയമത്തിനടിയിലാണ്. യോഹന്നാനെ, ഒന്ന് മൗനം പാലിച്ചാൽ ജീവിക്കാമല്ലോ. എന്തിന് ഇത്രയും കടുപ്പം? ഞാൻ മൗനം പാലിച്ചാൽ നീതിക്കായി ആരാണ് സംസാരിക്കുക? ജീവൻ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, ആത്മാവ് നഷ്ടപ്പെടരുത്. ഹെരോദേസ് യോഹന്നാനെ ഭയപ്പെട്ടു. അവൻ യോഹന്നാൻ ഒരു വിശുദ്ധനാണെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ ഹെരോദിയാസ് അവൾക്ക് യോഹന്നാനോട് കടുത്ത ദേഷ്യമായിരുന്നു. ആ മനുഷ്യൻ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കുന്നു. ഇത് പാപമാണെന്ന് വിളിച്ചു പറയുന്നു. അവൻ പ്രവാചകനാണ്. ഹെരോദിയാസ് അവനെ കൊല്ലുകയാണെങ്കിൽ നമ്മളിൽ ജനങ്ങൾ എതിരാകും. അപ്പൊ നീ രാജാവല്ല, ഒരു പേടിച്ച മനുഷ്യൻ മാത്രം. അതിനിടയിൽ രാജാവിന്റെ പിറന്നാൾ വന്നു ചേർന്നു. കൊട്ടാരത്തിൽ വലിയ വിരുന്ന്, സംഗീതം, സന്തോഷം. ഈ സമയം ഹെരോദിയാക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു. അത്ഭുതം! നിനക്ക് എന്തു വേണമെങ്കിലും ചോദിക്കൂ, എന്റെ രാജ്യത്തിന്റെ പകുതി പോലും തരാം. അമ്മേ, ഞാൻ എന്ത് ചോദിക്കണം? സ്നാപക യോഹന്നാന്റെ തല ഒരു താലത്തിൽ വെച്ച് ചോദിക്കൂ. തലയോ? അതെ, ഇന്ന് അവന്റെ ശബ്ദം അവസാനിപ്പിക്കണം. രാജാവേ, എനിക്ക് യോഹന്നാന്റെ തല ഒരു വെള്ളിത്തട്ടിൽ വേണം. എന്ത്? യോഹന്നാന്റെ തലയോ? ഹെരോദേസിന്റെ ഹൃദയം വിങ്ങി. പക്ഷേ അവന്റെ അഹങ്കാരം, അവന്റെ മണ്ടത്തരം, അവന്റെ വാഗ്ദാനം, സത്യത്തെക്കാൾ പ്രശസ്തിക്ക് അവൻ സ്ഥാനം കൊടുത്തു. അത് തിരഞ്ഞെടുത്തു. പോയി ചെയ്യൂ. യോഹന്നാനെ, ക്ഷമിക്കണം. ഭയപ്പെടേണ്ട. ഹേരോദോസിനോട് പറയൂ, എന്റെ കൂടെ സത്യം മരിക്കുകയില്ല. ദൈവത്തിന്റെ നീതി സംസാരിച്ചു കൊണ്ടിരിക്കും. കർത്താവേ, നിന്റെ കൈകളിൽ എന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. യോഹന്നാൻ മരിച്ചു. പക്ഷേ അവന്റെ സന്ദേശം ഇന്നും ജീവിക്കുന്നു. സത്യം പറയാൻ ധൈര്യം വേണം. ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ
വിശ്വാസം വേണം.